അങ്ങനെ രതീഷ് ബേബി ഹൗസിനകത്തേക്ക് വന്നിരിക്കുകയാണ്. ഏതാനും ദിവസങ്ങൾ മാത്രമേ അദ്ദേഹം ആ വീട്ടിലുണ്ടാകൂ എന്നാണ് പറയുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ ഇഴഞ്ഞ് നീങ്ങുന്ന ഈ ഒരു ബേബി ഹൗസ് ഒന്ന് ഉഷാറാക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഇതിന് വേണ്ടിയിട്ടായിരിക്കാം ഇപ്പം രതീഷ് വന്നിരിക്കുന്നത്. അപ്പം അതായത് പുറത്തെ കാര്യങ്ങളൊന്നും പറയാൻ പാടില്ല, മറ്റുള്ളവരുടെ വിഷമങ്ങൾക്ക് തുണയാകണം എന്ന രീതിയിലാണ് ലാലേട്ടൻ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഈ ചുമ്മാതെ അലറി കരച്ചിലും ബഹളവും അടി ഇടി ഒക്കെ ഉണ്ടാകുമ്പോൾ അതിനൊന്ന് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ആയിരിക്കാം. എല്ലാവരും ഒന്ന് ഫണ്ടും കൂടെ വേണ്ടേ? ബേബി ഹൗസ് എന്ന് പറയുമ്പോൾ ഇടയ്ക്കൊക്കെ ഒരു ഫണ്ടും വേണം അല്ലേ? നമ്മൾ കഴിഞ്ഞ സീസണിലൊക്കെ നമ്മുടെ അഖിൽമാരാ ചെയ്ത പോലെ തന്നെ ഒരുപാട് വഴക്കുണ്ട്, അടിയുണ്ട്, എല്ലാം ഉണ്ട്, പക്ഷേ ഫണ്ടും ഉണ്ടായിരുന്നില്ലേ? അത് കാണാൻ ഒരു രസവുമായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഒരു ഫണ്ട് എലമെൻറ്റും കൂടെ കൊണ്ടുവരാനും മറ്റുള്ളവർക്ക് കരയുന്നവർക്കൊരു താങ്ങാകാൻ വേണ്ടിയിട്ട്, അതായത് നമ്മളെ രതീഷിനെ കൊണ്ടുവരുന്നത് തന്നെ എല്ലാവരും ചോദിക്കുന്ന വിഷമങ്ങളൊക്കെ നിങ്ങൾ കരയുമ്പോൾ ഒന്ന് താങ്ങാനായിട്ടൊരു ഷോൾഡർ ഇല്ല അല്ലേ എന്ന രീതിയിൽ ചോദിക്കുന്നു. അപ്പോൾ നമ്മുടെ രശ്മിൻ അതുപോലെ തന്നെ പല ആളും പറയുന്നു. ലാസ്റ്റ് നമ്മുടെ ജിൻഡോട് ചോദിക്കുമ്പോൾ ജിൻഡോ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പം പറഞ്ഞ് ഒരു കാര്യം ചെയ്യും, കൺഫെഷൻ റൂമിലേക്ക് ചെല്ലാൻ. അപ്പോൾ അവിടെ ചെന്നിട്ട് നമ്മുടെ രതീഷ് ഇട്ടിരിക്കുക. അപ്പോൾ കാലടിച്ചിട്ട് വല്ലതൊക്കെ പറ എന്ന് പറയുന്നത്. അങ്ങനെ രതീഷ് അങ്ങനെ ഉണ്ടാൻ പറ്റില്ലല്ലോ. അതിനുശേഷം നമ്മുടെ രതീഷിനെയും കൊണ്ട് നമ്മുടെ ജിൻഡോ വീട്ടിനകത്തേക്ക് വരുന്നു. അപ്പോൾ അകത്തേക്ക് വരുമ്പം തന്നെ പലരും പറയുന്നതുകൊണ്ട് സുരേഷ് ചേട്ടനാണോ രതീഷ് ചേട്ടനാണോ എന്നൊക്കെ എല്ലാവർക്കും സംശയമുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ വീട്ടിനകത്തേക്ക് വരുവാണ് രതീഷ്. പിന്നെ ലാലേട്ടൻ പറയുന്നുണ്ട് പുറത്തെ കാര്യങ്ങളൊന്നും പറയാൻ പാടില്ലെന്ന്. പിന്നെ ലാലേട്ടൻ പോയ ശേഷം ഭയങ്കര പാട്ടൊക്കെയാണ് കേട്ടോ. ഒരു വൈബ് കൊടുത്തു. നമ്മുടെ നന്ദന ഒപ്പം പാട്ട് പാടി അടിപൊളിയായിരുന്നു. അപ്പം ഈ ഒരു വൈബും കൂടെ ഇടയ്ക്ക് വേണമല്ലേ? എപ്പോഴും അടി ഇടിയൊക്കെ ഒരു രസം കാണത്തില്ല, എന്തെങ്കിലുമൊക്കെ ഫണ്ണൊക്കെ വേണ്ടേ ഇല്ലേ? ഇപ്പോൾ സത്യത്തിൽ എന്തോ ഫണ്ണുണ്ട് ബിഗ് ബോസ് ഹൗസിനകത്ത്. ഇപ്പോൾ എന്തോ ഫണ്ണുണ്ട്. അതപ്പോൾ കഴിഞ്ഞ സീസണൊക്കെ എന്തൊരു തഗ്ഗായിരുന്നു, എന്തൊരു കോമഡീസ് പല രീതിയിൽ പറയും അല്ലേ? ഈ പ്രാവശ്യം ഒരു കോമഡിയും ഇല്ല സത്യത്തിൽ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കോമഡി കൂടെ നമുക്ക് കാണണം അല്ലേ? അപ്പം നമുക്ക് നോക്കാം രതീഷിന് എത്ര നാളുണ്ടാകുമെന്നും എന്തെല്ലാം പ്ലാനുമായിട്ടാണ് വന്നിരിക്കുന്നതെന്നും. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ മറക്കാതെ രേഖപ്പെടുത്തണം. കൂടുതൽ ലൈവ് അപ്ഡേഷനുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും.